ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ മട്ടൻ സൂപ്പ് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ 3/4 കിലോ മട്ടൻ ബോണോട് കൂടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ അത് നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മട്ടൻ ആയതുകൊണ്ട് തന്നെ ഒരു 6 വിസിൽ 7 വിസിൽ വരെ കേൾക്കണമല്ലോ, അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ അതിലേക്ക് പെപ്പർ പൗഡർ, നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ കുരുമുളക് ഡയറക്റ്റ് വറുത്ത് പൊടിച്ച്, പാക്കറ്റ് പെപ്പർ പൗഡർ അല്ല, ഡയറക്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെപ്പർ പൗഡറാണ്. അപ്പോൾ കുറച്ച് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പെപ്പർ പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നീട് നമ്മുടെ ചെറിയ ജീരകം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ 1 കപ്പ് വെള്ളവും, ഒരുപാട് വെള്ളം കോരി ഒഴിക്കുന്നില്ല, 1 കപ്പ് വെള്ളം. അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം ഇനി നമുക്ക് 6-7 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതാ പറഞ്ഞാൽ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ മട്ടൻ സൂപ്പ്. അപ്പോൾ ഇതൊരു കേരള സ്റ്റൈൽ മട്ടൻ സൂപ്പ് എന്നൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കണ്ടല്ലോ, പെപ്പർ പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും ആവശ്യത്തിന് ഉപ്പും, ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ വേണേലും ഡയറക്റ്റ് കുടിക്കാം, സൂപ്പ് ആയതിനു ശേഷം അങ്ങനെ ഡയറക്റ്റ് കുടിക്കാം. ഇപ്പം നമ്മൾ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഈ കൊക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ ഗീ വേണ്ടവർക്ക് കൊക്കനട്ട് ഓയിലിൻ്റെ കൂടെ ഗീയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ, ഇക്കാക്കും മക്കൾക്കും എല്ലാവർക്കും കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഗീയുടെ ടേസ്റ്റ് പിടിക്കാതെ വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കൊക്കനട്ട് ഓയിലിന് മാത്രമേ നമ്മുടെ മട്ടൻ സൂപ്പ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഓയിൽ ഒഴിച്ചു, കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നത് വരെ. അതിനുശേഷം ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. അപ്പോൾ ഈ നമ്മുടെ വെന്തിരിക്കുന്ന സൂപ്പുണ്ടല്ലോ, ആ സൂപ്പ് ഇങ്ങനെ ഉള്ളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മട്ടൻ എന്ന് പറയുന്നത് ഒരു 6-7 വിസിൽ കേട്ടപ്പോഴത്തേനും വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും മീറ്റ് മാത്രമല്ല ചേർത്തിരിക്കുന്നത്, കുറച്ച് കൂടുതൽ ബോണോട് കൂടിയിട്ടുള്ള പീസസ്, കാരണം സൂപ്പിന് എന്നും അതാണല്ലോ നല്ലത്. അപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള കുറച്ച് കൂടുതൽ പീസസ്സാണ് ഇതിലേക്ക് സൂപ്പിനായിട്ട് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. അത് പ്രത്യേക ടേസ്റ്റാണ്. ആ താളിച്ച് ഊറ്റലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടൻ സൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് സൂപ്പുകളിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വെക്കുന്ന സൂപ്പാണ്. നമ്മൾ കുറച്ച് മോഡേൺ രീതിയിൽ കോൺഫ്ലവറൊക്കെ കലക്കിയിട്ട് വേറെ രീതിയിലൊക്കെ നമ്മൾ ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു നാടൻ ടേസ്റ്റാണ്. പെപ്പർ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇടാം, ആവശ്യത്തിന് എരിവ് വേണ്ടവർക്ക് അങ്ങനെ ഇടാം, അങ്ങനെ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് പെപ്പർ പൗഡർ ഒരുപാട് ഇട്ടില്ല, കാരണം മക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സൂപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് പെപ്പർ പൗഡർ വാരിക്കോരി ഇടുവാണെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ ഞാൻ പെപ്പർ പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് മക്കൾ കുടിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് കുടിച്ചു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് സൂപ്പ് കുടിക്കുകയാണെങ്കിൽ അതൊരുപാട് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ജലദോഷം അതുപോലെ തന്നെ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മരുന്നിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു സൂപ്പാണ് ഈ ഒരു നാടൻ മട്ടൻ സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ
നമ്മുടെ ഡിന്നർ ടൈമിൽ നമ്മൾ റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓരോ ബൗള് സൂപ്പാണ് കുടിച്ചത്. അപ്പം നല്ല രീതിയിൽ സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ടൈമിൽ മെയിൻ കോഴ്സായിട്ടും സൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ വളരെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സൂപ്പ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിന് വളരെ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ്. പിന്നെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന തുടക്കക്കാർക്കും ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇല്ല. പക്ഷേ ഇത് റെഡിയാക്കി വന്നു കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ സൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം റെഡിയായി. നമ്മൾ താളിച്ചൂറ്റിയതിന് ശേഷം കുറച്ച് നേരം ആ ഒരു പാനിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ കൊക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു സൂപ്പിലേക്ക് കയറി പിടിക്കാനായിട്ട്. അപ്പോൾ കറിവേപ്പിലയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി. നമ്മുടെ മട്ടൻ്റെ വേവൊക്കെ കറക്റ്റാണ്, വെൽ കുക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അതായത് പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ മട്ടൻ സൂപ്പ്. അപ്പോൾ ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു